ആ നീ ഇങ്ങനെ റീൽസും കണ്ടോണ്ടങ്ങ് നിന്നോ. ദേ വരുന്ന കസ്റ്റമറൊക്കെ ഉണ്ടല്ലോ പോവുക ചെയ്യുന്നത്. ഒടുവിലേ ഇത് നിന്റെ ജോലിയെ തന്നെ ബാധിക്കും. എടാ നമ്മളൊക്കെ ഇങ്ങനെ മരിച്ചു കിടന്ന് അവരുടെ അടുത്തൊക്കെ തൊണ്ട പൊട്ടുന്ന കണക്ക് സംസാരിച്ചാലും ചിലരൊന്നും വെറുതെ കേട്ടോണ്ട് നിൽക്കത്തേ ഉള്ളൂ. കച്ചവടം ഒന്നും നടക്കില്ല. പിന്നെ എന്തിനാ നമ്മൾ വെറുതെ നമ്മളുടെ തൊണ്ട നശിപ്പിക്കുന്നത്? എടാ നേരത്തെ വന്ന ആളില്ലേ, അയാൾ ശരിക്കും പറഞ്ഞാൽ കാറ് വാങ്ങാനായിട്ട് വന്നതായിരുന്നു. പക്ഷെ നീ അയാളെ മൈൻഡ് ചെയ്തില്ല. നീ ഇങ്ങനെ ഫോണിൽ റീൽസും കണ്ടുകൊണ്ട് നിന്നു. അയാളുടെ പാട്ടിന് പോയി. ഓ, ഞാൻ എൻ്റെ തൊണ്ട പൊട്ടുന്ന കണക്ക് അലറിയാലും അയാൾ ഇത് മേടിക്കാനൊന്നും പോകുന്നില്ല. ആ മഞ്ഞ ഷർട്ടുകാരനല്ലേ, ആ കറിച്ചട്ടി തലയൻ, അയാളെ കണ്ടാലേ അറിയാം അയാൾ ഇതൊന്നും മേടിക്കത്തില്ലെന്ന്. അങ്ങനെ നമ്മുടെ സുധി ഇങ്ങനെ മാരുതി ഷോറൂമിൽ വെച്ചിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുധിയുടെ ഫ്രണ്ടും ആയിട്ട്. ആരായിരിക്കും പിണങ്ങിപ്പോയിട്ടുണ്ടാവുക? അപ്പോൾ ഈ കാർ മേടിക്കാൻ വന്നോ പിണങ്ങിപ്പോയതിൻ്റെ പേരിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കാണോ? അപ്പോൾ അതേക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ വിമലമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അങ്ങ് ഡോക്ടർ 5 ദിവസത്തെ മരുന്ന് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം മരുന്ന് കഴിച്ചിട്ട് വീണ്ടും തളർച്ചയും തലചുറ്റലൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി വിമലമ്മയും കൊണ്ട് വീട്ടിൽ വരികയാണ്. അവർക്ക് വെള്ളമൊക്കെ കുടിക്കാൻ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ വിമലമ്മ പറയണം, മോളെ ശ്രുതി, എനിക്ക് പണ്ടത്തെ കണക്കൊന്നുമല്ല, തീരെ വയ്യ. ശരിക്കും പറയുകയാണെങ്കിൽ ആദിയുടെ കാര്യങ്ങൾ നോക്കുന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും മോളെ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ ശ്രുതി പറയണം, അമ്മേ ഒരു കാര്യം ചെയ്യാം, ഇളയമ്മയോട് ഇവിടെ വന്ന് നിൽക്കാൻ പറയാം. അയ്യോ വേണ്ട മോളെ, അതൊന്നും വേണ്ട, ഇപ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ ഇപ്പോൾ പോകുന്ന കണക്കങ്ങ് പോവാം എന്നിങ്ങനെ പറയണം. അപ്പോൾ ശ്രുതി പറയണം, അമ്മേ ഞാൻ അമ്മയ്ക്ക് മാസം തോറും നല്ലൊരു തുക അയച്ചു തരുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അമ്മ ജോലിക്ക് പോകുന്നത്? അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ അമ്മ പറയണം, ആ സാരമില്ല മോളെ എന്നിങ്ങനെ പറയണം, നിനക്കും 100 ആവശ്യങ്ങളൊക്കെ ഉള്ളതല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വിമലമ്മ പറയണം, മോളെ എൻ്റെ കാലശേഷം ആദിക്ക് ആരുണ്ട്, അത് ഓർക്കുമ്പോഴുള്ള ആദിയാണ് എനിക്ക് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആദി പറയണം, ആൻറ്റി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് ഇങ്ങോട്ട് വരിക എന്ന് ചോദിക്കണം. അപ്പോൾ ഉടനെ ശ്രുതി പറയണം, ദേ ആദി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്നെ ആൻറ്റി എന്നൊന്നും വിളിക്കരുത് കേട്ടോ. പിന്നെ ഞാനെന്താ വിളിക്കുക? നീ എന്നെ ഒന്നും വിളിക്കേണ്ട തൽക്കാലം. അത് മാത്രമല്ല, ആ രേവതിയും സച്ചിയും ഉണ്ടല്ലോ, അവരെ എവിടെ വെച്ച് കണ്ടാലും തിരിഞ്ഞ് നടന്നോളണം, അവരോട് മിണ്ടാനൊന്നും നിൽക്കരുത്. നീ അവരോടൊക്കെ മിണ്ടിയാലുണ്ടല്ലോ ഞാൻ ഇനി ഇങ്ങോട്ടുള്ള വരവ് തന്നെ നിർത്തും. അത് മാത്രമല്ല, ഇനി ചോക്ലേറ്റോ ഒന്നും ഞാൻ മേടിച്ചുകൊണ്ട് തരില്ല എന്ന് പറയണം. എന്നിട്ട് ആദിയെ മേശപ്പുറത്ത് നിന്ന് എടുത്ത് താഴെയാക്കുകയാണ് നമ്മുടെ ശ്രുതി. അങ്ങനെ ആദി കളിക്കാനായിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വിമലമ്മ ചോദിക്കുകയാണ്, എൻ്റെ ശ്രുതി, നീ ഇത് എന്ത് വർത്താനായി പറഞ്ഞത്? ഇത്രയും നാൾ നിന്നെ അമ്മയെന്ന് വിളിക്കരുതെന്നായിരുന്നു നീ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ടിപ്പോൾ ദേ പറയുന്നു ആൻറ്റി ഒന്നും വിളിക്കരുതെന്ന്. പിന്നെ അവൻ എന്താ നിന്നെ വിളിക്കേണ്ടത്? പേടിയാവുന്ന മോളെ എനിക്കിതൊക്കെ കാണുക കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ. ഇനി വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, നിനക്ക് നിൻ്റെ ഭർത്താവിനോടോ വീട്ടുകാരോടൊക്കെ നിനക്ക് ഇങ്ങനെ ഒരു കുട്ടിയുണ്ടെന്നുള്ള കാര്യം നിനക്ക് പറഞ്ഞുകൂടെ? എൻ്റെ ആരോഗ്യം ഓരോ ദിവസം ചെല്ലും തോറും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിപ്പിലാണ് മോളെ ഞാൻ കുഴഞ്ഞു വീഴുന്നത്. എനിക്ക് നല്ല വിഷമമുണ്ട്. നീ ഒന്ന് പറ ശ്രുതി. ദേ നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? നിങ്ങളുടെ കാര്യം നടന്നാൽ പോരെ? എൻ്റെ ജീവിതം കൂടി ഇനി തൊലച്ച് നിങ്ങൾ അടങ്ങുള്ളൂ. ഇപ്പം എനിക്ക് പ്രധാനം എൻ്റെ ജീവിതം തന്നെയാണ്. ആദിയുടെ കാര്യം അതിപ്പോൾ ഇങ്ങനെ അങ്ങ് പോട്ടെ, അത് പിന്നീട് എന്തെങ്കിലും വേണമെങ്കിൽ അന്നേരം തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി പോവുകയാണ്. അപ്പോൾ പിന്നീടെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ മാരുതി ഷോറൂമിലാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ റീൽസൊക്കെ കണ്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റാഫ് വന്നിട്ട് പറയാണ്, നീ ഇങ്ങനെ റീൽസൊക്കെ കണ്ട് മാറി നില്ലേ, ദേ കസ്റ്റമറൊക്കെ വന്നിട്ട് പിണങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഇത് വല്ലതും നമ്മുടെ മുതലാളിയുടെ ചെവിയിലറിഞ്ഞാലുണ്ടല്ലോ നിൻ്റെ പണി പോവും. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പണിയല്ലേ ഇത്. എടോ അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കുറച്ച് ആത്മാർത്ഥത വേണം എന്നിങ്ങനെ പറയണം. അപ്പോൾ അതേസമയം നമ്മുടെ മുതലാളിയും അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടും കൂടി വരികയാണ്. പുള്ളിക്കാരൻ കാർ എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അയാൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ മുതലാളി വേറെ നമ്മുടെ സുധിയുടെ അടുത്തിരിക്കുന്ന സ്റ്റാഫിനോട് പറയണേ, ദേ ഇദ്ദേഹത്തിന് നീ ഈ വണ്ടി കൊണ്ടുവന്നൊന്ന് ഓടിച്ച് കാണിക്കുക എന്നിങ്ങനെ പറയണേ. വണ്ടിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറയണേ. അപ്പം നമ്മുടെ ശ്രുതി പറയാണ്, ഞാൻ പറഞ്ഞു കൊടുക്കാം എന്നിങ്ങനെ പറയണ ശ്രുതി. അതിനുശേഷം ശ്രുതി പറയണേ, ഞാൻ ടെസ്റ്റ് ഡ്രൈവിങ് ഞാൻ തന്നെ ചെയ്യാം, ഞാൻ കൊണ്ടുപോവാം എന്ന് പറയണേ. അപ്പോൾ ഉടനെ മുതലാളി പറയണേ, വേണ്ട
നീ ഒന്നും ചെയ്യണ്ട, ദേ ഇവൻ ചെയ്തോളൂ അത്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ആ വാങ്ങിക്കാൻ വന്ന കസ്റ്റമർ പറയാണ്, അതിനെന്താ ഈ ചെറുപ്പക്കാരൻ ചെയ്തോളും, കുഴപ്പമില്ല, ഇവന് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനുള്ള നല്ല പറഞ്ഞു തരാനുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണല്ലോ പറയുന്നത്, അതുകൊണ്ട് അയാൾ പറഞ്ഞു തരട്ടെ വാ എന്ന് പറഞ്ഞിട്ട് സുധിയെ വിളിക്കുകയാണ്. അങ്ങനെ സുധി പുള്ളിക്കാരനെയും കൊണ്ട് വണ്ടിക്കകത്ത് കയറുകയാണ്. എന്നിട്ട് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം വണ്ടിക്കകത്ത് നിന്ന് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ പറയുകയാണ്, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, നല്ല വണ്ടി തന്നെയാണ്, എനിക്കിത് വേണം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ സുധിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്, നല്ല സന്തോഷമാവുകയാണ്. അതേസമയം നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ അകത്തേക്ക് കയറി പോവുകയാണ്. എവിടെയാണ്, ഒരു പബ്ലിക് സ്ഥലമാണ്, അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് അഭിമുഖമായിട്ട് നമ്മുടെ വർഷ നടന്നു വരികയാണ്. അപ്പോൾ വർഷയെ കാണുമ്പോഴത്തേക്ക് ശ്രീകാന്ത് ചോദിക്കുകയാണ്, വർഷേ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ആരാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഒരു എന്താണ് പറയുന്നത്, വർഷയ്ക്ക് ഒരു പരിചയമില്ലാത്ത കണക്ക് ആരാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയണം, വർഷേ നീ എന്താ വർഷം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, പിന്നെ എങ്ങനെ സംസാരിക്കണം എന്നാ, ദേ എനിക്ക് പരിചയമില്ലാത്ത ആരോടും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് വർഷ പോവുകയാണ്. വർഷയുടെ പിന്നാലെ ശ്രീകാന്തും ചെല്ലുകയാണ്. അപ്പോൾ ഉടനെ വർഷ പറയാണ്, ദേ എനിക്ക് പരിചയമില്ലാത്ത ആരോടും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയണം, എന്താ വർഷ, നീ എന്തിനാ വർഷം ഇങ്ങനെയൊക്കെ പിണങ്ങി നടക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ, ഞാനാണോ പിണങ്ങി നടന്നത്, ശ്രീകാന്തല്ലേ എന്നോട് പിണങ്ങി നടന്നത് എന്നിങ്ങനെ വർഷ ചോദിക്കുകയാണ്. അതിനുശേഷം വർഷ ശ്രീകാന്തിൻ്റെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ശ്രീകാന്തിന് കൊടുത്തിട്ട് പറയണം, ഇതിന് വേണ്ടിയിട്ടല്ലേ നീ എൻ്റെ പിന്നാലെ നടക്കുന്നത്, ഇന്ന് അക്കൗണ്ട് വയ്ക്കുമോ നിൻ്റെ ഫോണ് എന്ന് പറയാണ്. നീ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി ശ്രീകാന്തേ, നിന്നെപ്പറ്റി ഞാൻ ഇങ്ങനെ ഒന്നും അല്ല കരുതിയിരുന്നത് എന്നിങ്ങനെ പറയണ്. അപ്പോൾ ശ്രീകാന്ത് പറയണേ, എന്താ വർഷേ, എന്താ നിൻ്റെ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വർഷ പറയുകയാണ്, ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഇല്ലല്ലോ, എൻ്റെ മനസ്സറിയാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒന്നും ഞാൻ നിന്നെപ്പറ്റി പറഞ്ഞിട്ടുമില്ല, പക്ഷെ നീ എന്നോട് പിണങ്ങി നടക്കുന്നു, എന്താണ് അതിൻ്റെ കാരണം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, നമ്മളിങ്ങനെ അകന്ന് മാറി നിൽക്കുന്നതാണ് നമ്മുടെ രണ്ടുപേരുടെയും ഫാമിലിക്ക് നല്ലത് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ വർഷ പറയാണ്, നമ്മൾ അങ്ങനെ ഫാമിലിക്ക് വേണ്ടിയല്ലല്ലോ ജീവിക്കേണ്ടത്, നമ്മൾ നമുക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കേണ്ടത്. എൻ്റെ അച്ഛനും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അന്ന് വീട്ടിൽ വന്നിട്ട് പോയ സമയത്തിന്, പക്ഷേ അന്നേരം ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ, അതൊന്നും എനിക്ക് പ്രശ്നമല്ലെന്നാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, നീ കരുതുന്ന കണക്കൊന്നും അല്ല വർഷേ, നമ്മുടെ രണ്ട് വീട്ടുകാരും തമ്മിൽ പിണക്കത്തിലാണ്, അതായത് എൻ്റെ അച്ഛനും നിൻ്റെ അച്ഛനും തമ്മിൽ ബദ്ധശത്രുക്കളാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ വർഷ പറയണേ, ആ കാര്യമൊക്കെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള മറുപടി ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നിങ്ങനെ വർഷ ചോദിക്കുകയാണ്. അതിനുശേഷം വർഷ പറയാണ്, എന്തായാലും ആരൊക്കെ പറഞ്ഞാലും എൻ്റെ ജീവിതത്തിലുണ്ടായ ആദ്യത്തെ ഫ്രണ്ട് നീയാണ്, അതുകൊണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് കളയാനാവില്ല. നിനക്കറിയോടാ, ഞാൻ നീയുമായിട്ട് പിണങ്ങിയതിന് ശേഷം ഞാൻ ഇതുവരെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, അറിയോ? അപ്പോൾ ഉടനെ ശ്രീകാന്ത് പറയണേ, നീ ഭക്ഷണം കഴിച്ചിട്ടില്ലേ, സത്യമാണോ വർഷേ നീ പറയുന്നത്? പിന്നല്ലാതെ, ഞാൻ ഒരിക്കൽ നിന്നോട് പറഞ്ഞില്ലേ നീ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം അല്ലാതെ ഞാൻ മറ്റൊന്നും കഴിക്കില്ല എന്ന്, അത് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണോ നീ കരുതിയത്? ഞാൻ കഴിച്ചിട്ടില്ല ശ്രീകാന്തേ. അപ്പോൾ ശ്രീകാന്ത് പറയണം, പക്ഷേ നീ സമാധാനമായിട്ടിരിക്കും, വാ ഞാൻ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകാം, നിനക്ക് വേണ്ടുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് വർഷയെ സ്നേഹമായിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ ശ്രീകാന്ത്. അപ്പോൾ അതേ സമയത്ത് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ രാത്രിയാണ്, നമ്മുടെ സച്ചി വരെയാണ്. സച്ചി വന്നിട്ട് നേരെ അടുക്കളയിലേക്ക് പോവുകയാണ്. രാത്രിയല്ല, പകലാണ്, ഉച്ചയ്ക്കാണ് വരുന്നത്. ഉച്ചയ്ക്ക് വന്നിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ്. എന്നിട്ട് അടപ്പ് പാത്രങ്ങളൊക്കെ എടുത്ത് പൊക്കി നോക്കുകയാണ്, ഭക്ഷണമൊന്നും വച്ചിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ സച്ചി, ഇതെന്താ രേവതി ഇല്ലാത്തതിൻ്റെ പാട് എന്ന് പറഞ്ഞിട്ട് സച്ചി ആകെ വിഷമിക്കുകയാണ്. എന്നിട്ട് സച്ചി നേരെ അമ്മ കിടക്കുന്ന മുറിയുടെ വാതിൽ പോയി തുറന്നു നോക്കുമ്പോൾ ചന്ദ്രമതി നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി നേരെ രവീന്ദ്രനെ ഫോൺ വിളിക്കുകയാണ്. രവീന്ദ്രനെ ഫോൺ വിളിക്കുമ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ മോനെ, എന്താ സച്ചി നീ ഇപ്പോൾ വിളിച്ചത്? അച്ഛൻ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല മോനെ, ഞാനൊന്നും കഴിച്ചില്ല, ഞാനിപ്പോൾ ഇവിടെ ആഫീസിൽ നിൽക്കുകയാണ്, പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഹോട്ടലിൽ കയറി കഴിക്കും. എന്താ നീ ആഹാരമൊക്കെ കഴിച്ചോടാ? എൻ്റെ അച്ഛാ, ഞാൻ ഇപ്പം അങ്ങോട്ട് ചോറ് കഴിക്കാൻ വന്നതേ ഉള്ളൂ. അവിടെ ഒന്നും വച്ചിട്ടില്ല അച്ഛാ, പാത്രങ്ങളൊക്കെ കഴുകി കമഴ്ത്തി വെച്ചിരിക്കുകയാണ്, ഒന്നുമില്ല അവിടെ. ചന്ദ്രയില്ലേടാ അവിടെ? അവരവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്താ ഇത്? അവൾക്ക് മടിയാണല്ലോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ. അവളതുകൊണ്ട് രാവിലെ ഇരുന്ന കാപ്പി അങ്ങനെ ഉച്ചയ്ക്ക് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് കിടന്ന് ഉറങ്ങിയായിരിക്കും. മോനൊരു കാര്യം ചെയ്യ്, നേരെ പോയി ഹോട്ടലിൽ പോയി നല്ല എന്തെങ്കിലും വാക്കി രുചിയായിട്ടുള്ളത് പോയി കഴിക്കുക. ശരി അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ സച്ചി നേരെ രേവതിയെ വിളിക്കുകയാണ്. രേവതി ആണെങ്കിൽ തുണികളൊക്കെ പറക്കി അടുക്കി വെക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് രേവതി ഒന്ന് കോൾ എടുക്കുകയാണ്. എന്താ സച്ചിയേട്ടാ ഇപ്പോൾ ഈ സമയത്ത് വിളിച്ചത്? രേവതി, നീ ഭക്ഷണമൊക്കെ കഴിച്ചോ? ഞാൻ കഴിച്ചു. അവിടെ ചോറിരിപ്പുണ്ടോ? എന്താ, കുറച്ച് ചോറ് എനിക്ക് തരുമോ? ഒന്നും കഴിച്ചില്ലേ നിങ്ങൾ? ഇല്ല രേവതി,
അതെന്താ? അത് അത് വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല. അയ്യോ, അതെന്ത് പറ്റി? ആ അവരൊന്നും ഉണ്ടാക്കിയില്ലെന്നേ. ഞാൻ വന്നിട്ട് എനിക്കാണെങ്കിൽ നല്ല വിശപ്പ്. ഞാൻ വന്നിട്ട് അടുക്കള കയറി നോക്കുമ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി കമഴ്ത്തി വെച്ചിരിക്കുകയാണ്. നോക്കുമ്പോൾ അവർ കിടന്നുറങ്ങുകയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശപ്പ് രേവതി. ഇപ്പോൾ നീ ഇവിടെ വന്നതിന് ശേഷം ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണമൊന്നും ഞാനിപ്പോൾ കഴിക്കാറില്ലെന്ന് നിനക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഹോട്ടലിലെ ഭക്ഷണമൊന്നും ശരിക്കും വയറ്റി പിടിക്കത്തില്ല. നിങ്ങളെന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നേരെ ഇങ്ങോട്ട് പോര്, ഞാനുണ്ടാക്കി തരാം. അപ്പോൾ സച്ചി പറയണം, എന്നതേ ഇതേ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നിങ്ങനെ പറഞ്ഞിട്ട് സച്ചി ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പം തന്നെ രേവതി ഫോൺ വെച്ചതിന് ശേഷം ഭയങ്കര സന്തോഷമായിട്ട് സാരിത്തുമ്പൊക്കെ മടക്കി കുത്തി പുറത്തോട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ ലക്ഷ്മി ചോദിക്കണേ, രേവതി നീ ഇതെങ്ങോട്ട് പോവുക? അതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് രേവതി പുറത്തോട്ട് ഇറങ്ങുകയാണ്. ലക്ഷ്മി, ഈ പെണ്ണിത് എങ്ങോട്ടാണ് പോയത് എന്നറിയാതെ ലക്ഷ്മി ഇങ്ങനെ വെപ്രാളം പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. അങ്ങനെ ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടവരൊക്കെ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക മാത്രം ചെയ്താൽ പോരാ, ലൈക്ക് ചെയ്യണം, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.